ചന്ദ്രമതി രാവിലെ കുളിച്ചിറങ്ങി വരുമ്പോൾ തന്നെ സുധി എന്ന് പറയാണ്, അമ്മ എനിക്ക് ഇവിടെ കെടുക്കാൻ പറ്റിയിട്ടില്ല, എൻ്റെ കണ്ണ് കണ്ടോ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ചന്ദ്രമതി നേരെ ചെന്ന് നോക്കുകയാണ്. അപ്പോൾ ശ്രുതി നല്ല സുഖത്തിൽ ഉറങ്ങുന്നത് കാണും കേട്ടോ. അപ്പോൾ ദേ ശ്രുതി നന്നായി ഉറങ്ങുന്നുണ്ടല്ലോ, പിന്നെ നിനക്ക് എന്താ എന്ന് ഇങ്ങനെ പറയും. ശ്രുതി ഉറങ്ങുന്നുണ്ട്, പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റണ്ട, ഇവിടെ എന്ത് ചൂടാ എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ എടാ ഞാനും നിൻ്റെ അച്ഛനും കൂടിയിട്ടേ കുറച്ച് ദിവസമൊക്കെ ഇവിടെ കിടന്നിരുന്നത്, അപ്പോൾ നിനക്കിതൊന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയും. അയ്യോ അതുകൊണ്ടല്ല അമ്മേ, ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോവല്ലേ, അപ്പോൾ ഇങ്ങനെ ഉറക്കൊളച്ചിട്ടൊക്കെ പോയി ഓഫീസിലിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ബുദ്ധികളാണ് വരിക, ഈ നല്ല ഫ്രഷ് മൈൻഡോട് പോയി ചെന്നാലല്ലേ ഓരോ തന്ത്രങ്ങളൊക്കെ മനസ്സിലേക്ക് വരുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല, നിൻ്റെ അച്ഛമ്മ എടുത്ത തീരുമാനമാണ് അത്, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ പിടിച്ച് ഇവിടെ നിന്ന് പുറത്താക്കും എന്നൊക്കെ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ശ്രുതി പറയും എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നൊക്കെ ഒന്ന് പറയും കേട്ടോ. അതിനുശേഷം എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കും. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ശ്രുതി ഇങ്ങനെ ഉറക്കം തോന്നുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കും, നീ എന്താടാ ഭക്ഷണം കഴിക്കുന്നതിനെക്കാട്ടി മുന്നേ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നീക്ക് ശ്രുതി എന്നിട്ട് ഇങ്ങനെ തട്ടി വിളിക്കുകയാണ്. എന്നിട്ട് പറയും എനിക്ക് ഉറക്കമൊന്നും വന്നിട്ടില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറയട്ടോ. അപ്പം നമ്മുടെ ചന്ദ്ര പറയും, അതെ ബാക്കിയുള്ളവരെ പോലെ അല്ലല്ലോ അവനൊരു ഇതൊക്കെ തുടങ്ങാൻ പോവല്ലേ, അപ്പോൾ അവന് ഉറക്കമൊന്നും ശരിയായില്ലെങ്കിൽ എങ്ങനെ ശരിയാവുക, അതുകൊണ്ടാണ് എന്നൊക്കെ അവന് പറയട്ടോ. അപ്പോൾ നമ്മുടെ അച്ഛൻ ചോദിക്കും, അപ്പോൾ നീ എന്നാ ഈ ബിസിനസ്സൊക്കെ തുടങ്ങാൻ പോകണേ ചോദിക്കും. അതിന് എനിക്കൊരു നല്ലൊരു ആർട്ടിസ്റ്റിനെ കിട്ടണ്ടേ, എന്നാലല്ലേ എനിക്കിത് തുടങ്ങാൻ പറ്റുള്ളൂ, ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറയും. അപ്പോൾ ഉദ്ഘാടനത്തിന് സെലിബ്രിറ്റീനൊക്കെ വിളിക്കുകയാണെങ്കിൽ കുറേ പൈസ വരും എന്നതിന് പറയും. ഒരു 2 ലക്ഷം രൂപയൊക്കെ ഞാൻ വിചാരിക്കുന്നത്, അതിൽ വരുന്ന ആരെങ്കിലും വിളിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവരും ആകെ ഞെട്ടു കേട്ടോ. എന്നിട്ട് രവി പറയും, നീ ഇങ്ങനെ പൈസ കൊണ്ട് ദൂർത്തടിക്കുന്ന കാരണം നിൻ്റെ കയ്യിൽ പൈസ ഒന്നും വരാത്ത, ഇത് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ അച്ഛൻ അയച്ചു തന്നതാ, അല്ലാണ്ട് നിനക്കത് നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് അയച്ചു തന്നിട്ടുള്ളതല്ല എന്നൊക്കെ തന്നെ പറയും. എന്നിട്ട് നീ ഇവിടെ ഉള്ള ആരെങ്കിലുമൊക്കെ കൊണ്ട് ചെയ്യടാന്ന് ഇങ്ങനെ സച്ചി പറയാണ്. അപ്പോൾ ശ്രുതി പറയും, ഇവിടെ ഉള്ള ആരേനെ കൊണ്ട്, ഒന്നെങ്കിൽ നിനക്ക് അച്ഛമ്മേനെ കൊണ്ട് ചെയ്യിക്കാം, അല്ലെങ്കിൽ നിനക്ക് നിൻ്റെ അമ്മേനെ കൊണ്ട് ചെയ്യിക്കാം, അല്ലെങ്കിൽ നിൻ്റെ ഭാര്യേനെ കൊണ്ട് ചെയ്യിക്കാം എന്നൊക്കെ തന്നെ പറയും കേട്ടോ. അപ്പം അത് കേൾക്കുമ്പോൾ ശ്രുതിക്കൊക്കെ സന്തോഷം വരുന്നുണ്ട്, അതുപോലെ ചന്ദ്രയ്ക്കും. എന്നിട്ട് സച്ചി പറയും, നീ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ, അല്ലാണ്ട് ഒരു സെലിബ്രിറ്റീനെ കൊണ്ടുവന്നിട്ട് അവർ ഇത് മുറിക്കുന്ന സമയത്ത് മുഴുവൻ ആലോചിക്കുക നീ പൈസ തരുമായിരിക്കില്ലേ എന്ന് അവരാലോചിക്കുക, അല്ലാണ്ട് നിൻ്റെ കട നന്നാവണമെന്നൊന്നും അവരൊരിക്കലും മനസ്സുകൊണ്ട് വിചാരിക്കില്ല എന്നൊക്കെ തന്നെ പറയട്ടോ. അപ്പോൾ ശ്രുതി പറയും, അതൊന്നും ശരിയാവില്ല, ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് എന്നൊക്കെ തന്നെ പറയും. അപ്പോൾ നീ നിൻ്റെ അമ്മേനെ കൊണ്ട് മുറിപ്പിച്ചാൽ മതി, നിൻ്റെ അമ്മയല്ലേ നിൻ്റെ എല്ലാ കാലത്തും നിൻ്റെ കൂടെ നിൽക്കുന്നത്, നീ എന്ത് തെറ്റ് ചെയ്താലും നിൻ്റെ അമ്മ നിൻ്റെ കൂടെ നിൽക്കാറുണ്ട്, അത് നീ അമ്മേനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, ഞങ്ങൾ ആൻറ്റീനെ കൊണ്ടേ ചെയ്യിപ്പിക്കണുള്ളൂ, ഞാൻ അപ്പളേ പറഞ്ഞതാ ശ്രുതിയോട് ആൻറ്റീനെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന്. അപ്പോൾ ശ്രുതിയാണ് പറഞ്ഞത് അല്ല ഒരു സെലിബ്രിറ്റീനെ വിളിക്കണം എന്നൊക്കെ അവന് പറയട്ടോ. അതിന് പിറ്റേ ദിവസമായിട്ട് ഇവരുടെ ഉദ്ഘാടനം ആവുകയാണ്. അതിന് എല്ലാവരും ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ടാവും കേട്ടോ. അതിന് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് കടയൊക്കെ എല്ലാവരും കയറി കാണാനൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ.